യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇതൊരു കെട്ടുകളിയല്ല, ആലങ്കാരിക ഭംഗി സമന്വയിപ്പിച്ച അർത്ഥമില്ലാത്ത കാവ്യമല്ല. പിന്നെയോ ഏകദേശം 2011 വർഷങ്ങൾക്ക് മുമ്പ് ഭൂജാതനായ, ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച, ചിന്തകന്മാരിൽ മുഖ്യനായ, സ്വവിജ്ഞാനത്തിലും പരിപൂർണനായ, മാനവരക്ഷയുടെ പൂർത്തീകരണമായ യേശുക്രിസ്തുവിന്റെ ചരിത്രം. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ. നിത്യനാശം നീക്കി ഭാഗ്യം, നിത്യനാശം നീക്കി ഭാഗ്യം, മർത്യനേകുവാൻ കഴിഞ്ഞ ശക്തനാമവൻ. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ. ബെത്ലഹേമിലെ ശാന്തമായ രാത്രി. അതാ അങ്ങോട്ട് നോക്കൂ, അശാന്തിയുടെ കൊടുങ്കാറ്റും നെഞ്ചിലേറ്റി 2 പേർ നടന്നു വരുന്നു. അറിയാം, നമുക്ക് അവരെ അറിയാം. അവർ ആരാന്നല്ലേ? അതെ, അവരാണ് ജോസഫും മറിയം. ലോകരക്ഷകനെ ജനിക്കുവാൻ മണ്ണിൽ സ്ഥലമന്വേഷിച്ചു വരികയാണ്. ഒടുവിൽ അവർ എത്തിച്ചേർന്നു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. മഞ്ഞു പൊഴിയുന്ന രാവിൽ, പാരെങ്ങും ഉറങ്ങുന്ന നേരം, വാനെങ്ങും മുഴങ്ങുന്നൊരാനന്ദഗാനം, സർവേശപുത്രൻ ജനിച്ചു. തൂമഞ്ഞു പൊഴിയുന്ന രാവിൽ, പാരെങ്ങും ഉറങ്ങുന്ന നേരം, വാനെങ്ങും മുഴങ്ങുന്നൊരാനന്ദഗാനം, സർവേശപുത്രൻ ജനിച്ചു. യഹൂദന്മാരുടെ രാജാവ് പറഞ്ഞവൻ എവിടെ? ആ ശബ്ദം നേർത്തതെങ്കിലും അത് കേട്ട് ഞെട്ടിയവൻ നിസ്സാരക്കാരനായിരുന്നില്ല. യെരൂശലേമിന്റെ ഭരണാധികാരി ഹെരോദ് ആ നീചന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ത്? ഞാനത് മറ്റൊരു രാജാവോ? ആരവിടെ? യഹൂദ ശാസ്ത്രന്മാരും പരീക്ഷന്മാരും ഓടിയെത്തി. ആ ക്രിസ്തു എവിടെ ജനിക്കുന്നു? താഴ്ന്ന സ്വരത്തോടെ അവർ പറഞ്ഞു, ഈ യെരൂശലേമിൽ തന്നെ. മറ്റൊന്നും മുറിവിടാതെ ക്രൂരനും ബുദ്ധിമാനുമായ രാജാവ് ഇപ്രകാരം പറഞ്ഞു, ഹേ വിദ്വാന്മാരെ, നിങ്ങൾ ചെന്നാൽ ശിശുവിനെ കണ്ടെത്തൂ, പിന്നെ എനിക്കും അവനെ നമസ്കരിക്കാമല്ലോ. വിദ്വാമ അക്ഷരം പ്രതി അതനുസരിച്ചു. വഴി കാട്ടുവാൻ അവർക്ക് മുമ്പിൽ ഒരു നക്ഷത്രവും കൂടി. മിന്നുമാ താരത്തെ നോക്കിയ വിദ്വാൻമാർ മന്നിതിൽ യാനം തുടർന്നിതല്ലോ. മിന്നുമാ താരത്തെ നോക്കിയ വിദ്വാൻമാർ മന്നിതിൽ യാനം തുടർന്നിതല്ലോ. നിൽക്കുമാ താരകം എത്തിയ പുൽത്തൊട്ടിൽ കണ്ടുവാ പൈതലെ കൺകുളിർക്കേ, കണ്ടുവാ പൈതലെ കൺകുളിർക്കേ. വിദ്വാന്മാർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തേജോമയനായ ആ ശിശുവിന്റെ മുമ്പിൽ അവർ അവരുടെ കാഴ്ച വസ്തുക്കൾ സമന്വയം നിർത്തിവച്ചു. അന്ന് രാത്രി അവർ ശാന്തമായി ഉറങ്ങി. ഉറക്കത്തിൽ ദൈവം അവരുടെ ഇപ്രകാരം അരുളി ചെയ്തു, നിങ്ങൾ ഇനി ഹെരോദാവിനെ കാണരുത്, നിങ്ങൾ വഴിമാറിപ്പോകുന്നു. വിദ്വാന്മാർ വഴിമാറി യാത്ര തുടങ്ങി. ആ രാത്രി ജോസഫിനെ മറിയിക്കും ദൂതൻ പ്രത്യക്ഷനായി, നിങ്ങൾ ഈ ശിശുവിനെ കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോകാം, ഞാൻ പറയും വരെ അവിടെ താമസിക്കുക. കാരണം മറ്റൊന്നുമല്ല, ക്രൂരനും ബുദ്ധിമാനുമായ രാജാവ്
ഇപ്രകാരം പറഞ്ഞു: ആരവിടെ യഹൂദദേശത്ത് 2 വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ നിശേഷം വധിക്കൂ. ആ ദേശമെങ്ങും ചോര കൊണ്ട് നിറഞ്ഞു. കുഞ്ഞുങ്ങളുടെ നിലവിളിയാൽ ആ ദേശം വിറങ്ങലിച്ചു. ചുടുചോരയാൽ നിറഞ്ഞു വീതിയെല്ലാം, നിലവിട്ടു തേങ്ങിയ ദേശമെല്ലാം. നിയമത്തിൻ മുൻപിലാ സാധുജനം നിസ്സംഗരായി നിന്നു തേങ്ങിയല്ലോ. ചുടുചോരയാൽ നിറഞ്ഞു വീതിയെല്ലാം, നിലവിട്ടു തേങ്ങിയ ദേശമെല്ലാം. നിയമത്തിൻ മുൻപിലാ സാധുജനം നിസ്സംഗരായി നിന്നു തേങ്ങിയല്ലോ. ഇതുകൊണ്ടൊന്നും ലോകരക്ഷനെ തകർക്കുവാൻ ഹെരോദ് അവന് കഴിഞ്ഞില്ല. അവൻ ദൈവകൃപയോടെ കൂടെ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. പ്രായം 12 അടുത്തു. യെരുശലേമിലെ പെരുന്നാളിന് ആ ബാലനും കൂടിപ്പോയി. അവന്റെ വാക്ക് കേട്ടവർ ആശ്ചര്യപ്പെട്ടു, ശാസ്ത്രന്മാർ നെട്ടി. ആയിരങ്ങളിൽ 10,000 സുന്ദരനായി അവൻ വളർന്നു. ദാ അങ്ങോട്ട് നോക്കൂ, ആരാ വരുന്നെന്ന് കണ്ടോ? യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കാൻ നമ്മുടെ കർത്താവ് വരുന്നു. യേശുവിൻ സ്നേഹമുള്ള സോദരരേ വരുവിൻ, യേശുവിൻ സ്നേഹമുള്ള സോദരരേ വരുവിൻ. കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ, കാണുവിൻ ദേവജാതൻ യോർദാൻ നദീജലത്തിൽ. നിമഞ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ, നിമഞ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ. നാളുകൾ അതിവേഗം നീങ്ങി. നന്മ മാത്രം ചെയ്തുകൊണ്ട് അവൻ സഞ്ചരിച്ചു. അവനെ തൊട്ടവനും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. അത്ഭുതങ്ങൾ ഏറുകയാണ്. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. കുരുടർ കണ്ടു, തിരുടർ വിരണ്ടു, ശാന്തത പൂണ്ടു സാഗരം. തെല്ലിര കൊണ്ടു ബഹുജനമുണ്ടു, മൃതരുയിർ പൂണ്ടു ക്രിസ്തനാൽ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനേസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാനേസ്തുലം. ജയിച്ചില്ല. പരീക്ഷന്മാരും ശാസ്ത്രമാരും അവനെ കൊല്ലുവാൻ ആലോചിച്ചു. പാപം അറിയാത്തവനെ, പാപം തൊടാത്തവനെ ഒരു പാപിയാക്കുവാൻ ശ്രമം ഏറി വന്നു. കുറ്റമൊന്നും ചെയ്തതില്ല എന്റെ യേശു നായകൻ, കുറ്റമൊന്നും ചെയ്തതില്ല എന്റെ യേശു നായകൻ. വ്യക്തമാക്കാം ഞങ്ങൾ ഇന്നതു, അറിവാം വേദ പുസ്തകത്തിൽ നിന്നു തന്നെയും. വ്യക്തമാക്കാം ഞങ്ങൾ ഇന്നതു, അറിവാം വേദ പുസ്തകത്തിൽ നിന്നു തന്നെയും. അവനെതിരെ ദോഷത്തിന്റെ തെളിവുകൾ ആവോളം നിർത്തിവെച്ചു. പരാജയം മണത്ത ശത്രു ആവനാഴിയിലെ അവസാന അമ്പ് എറിഞ്ഞു. ഇവൻ ദൈവപുത്രനെന്ന് സ്വയം അവകാശപ്പെടുന്നു, ഇവനെ കൊല്ലണം. അന്ത്യനാഴിക അടുത്തു. ഗെത്സമനെ തോട്ടത്തിൽ ശിഷ്യന്മാരുമായി അവൻ പ്രാർത്ഥിപ്പാൻ. വരുവാനിരിക്കുന്ന ദുരന്തത്തെ ഓർത്ത് അവന്റെ വിയർപ്പ് രക്തത്തിന് തുല്യമായി. സർവലോകത്തിന്റെയും പാപത്തെ ചുമക്കാവുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവൻ 30 വെള്ളിക്കാശിന് പിടിച്ചു കെട്ടി. റോമ ഗവൺമെന്റ് അവനൊരു ശിക്ഷയും വിധിച്ചു, ക്രൂശ് മരണം. കുരിശും നിജ തോളിലേടു തുരുവൻകിരിമേ കരേറി പോകുന്ന കാഴ്ച കാൺമിൻ. കുരിശും നിജ തോളിലേടു തുരുവൻകിരിമേ കരേറി
പോകുന്ന കാഴ്ച കാൺമിൻ. അവർ അവനെ പരിഹസിച്ചു തീർന്നു. നിന്ന അവന്റെ ഹൃദയത്തെ തകർത്തു. നിന്ദിതനായി നിസ്സംഗനായി നമ്മുടെ കർത്താവ് അതൊക്കെ സഹിച്ചു. റോമ ഗവൺമെന്റ് അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. എങ്കിലും രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു കുറ്റവാളിയെ പോലെ നമ്മുടെ അരുമനാഥൻ തോന്നി. വിണ്ണീനും മണ്ണീനുമായി നടുവിൽ, ഇരുകള്ളർ നടുവിൽ, ഗോൽഗോഥാ മുകളിൽ. വിണ്ണീനും മണ്ണീനുമായി നടുവിൽ, ഇരുകള്ളർ നടുവിൽ, ഗോൽഗോഥാ മുകളിൽ. ചങ്കീലെ രക്തം ഊറ്റിക്കൊടുത്തു, പാപിയെ നേടാൻ പാടുപെട്ടു. ചങ്കീലെ രക്തം ഊറ്റിക്കൊടുത്തു, പാപിയെ നേടാൻ പാടുപെട്ടു. ഏകദേശം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. പാപത്തിന്റെ നിത്യശമ്പളമായി മരണത്തെ അവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. വേദന അവൻ ആസ്വദിച്ചു. നമ്മുടെ പ്രാണനാഥൻ തന്റെ ജീവൻ കാൽവറിയിൽ നമുക്കായി നൽകി. ക്രൂശിന്മേ കാണുന്ന നാരിതാ, ക്രൂശിന്മേ കാണുന്ന നാരിതാ. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പിറ്റേന്നാൾ ശബത്തായിരുന്നു. ശരീരം ക്രൂശിൽ നിന്നും മാറ്റണം. റോമ പടയാളികൾ വന്നു. കൂടെ ക്രൂശിച്ച 2 കള്ളന്മാരുടെ കാലുകൾ അവർ ഒടിച്ചു. പ്രാണം വിടിഞ്ഞ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ അവർ എത്തി. ഒരു നിമിഷം അവരുടെ കൂർത്ത കുന്തമിന അവന്റെ വിലാപ്പുറം ലക്ഷ്യമാക്കി പാഞ്ഞു. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കര നീങ്ങുമതി മുങ്ങിത്തീർന്നാലാരും. പാപക്കര നീങ്ങുമതി മുങ്ങിത്തീർന്നാലാരും. ക്രൂശിൽ നിന്നിറക്കിയ ശരീരം അരിമത്തയിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കി. കറത്തീർത്ത കല്ലറയ്ക്ക് മുമ്പിൽ കാതിരുമ്പിന്റെ കരുത്തുമായി റോമ പടയാളികൾ നിന്നു. സന്തോഷ ശോഭനമായ 3-ാം ദിവസം ആ പ്രഭാതം ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. റോമ ഗവൺമെന്റിന്റെ കല്ലറയും കീറി മുറിച്ച് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉലകമഹാന്മാരകിലരുമൊരു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലരുമൊരു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദര.
പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. അവനിൽ വിശ്വസിക്കുന്ന ആയിരങ്ങൾ ഇപ്പോഴും പാപത്തിന്റെ നിത്യശവക്കുഴിൽ നിന്ന് നിത്യമായ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഒരു പ്രത്യാശയുണ്ട്. സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ മുഖാമുഖമായി കാണുന്നുള്ള മഹത്വകരമായ പ്രത്യാശ. സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കോടാകോടി തൻ ദൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ. സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ആഹാ കാൽവരി ക്രൂശിൽ രക്തം ചിന്തി മരിച്ച ഈ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ? എങ്കിൽ ഇപ്രകാരം ഏറ്റുപറയുക: യേശുവേ, അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. എന്റെ പാപങ്ങൾക്കായി അങ്ങ് ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, എന്റെ പാപത്തിന്റെ സകല ഭാരവും ചുമന്ന് ക്രൂശിൽ മരിച്ചു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ എന്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നു. അങ്ങയുടെ മകനായി മകളായി എന്നെ തീർക്കണമേ. ആമേൻ. നന്ദി.